കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. എടയന്നൂർ തെരൂർ മാപ്പിള സ്കൂളിന് സമീപം അപകടം പതിവാകുന്നു. ബുധനാഴ്ച വൈകിട്ട് ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 10 പേർക്ക് പരിക്കേറ്റു. ബുധനാഴ്ച വൈകിട്ട് 6 മണിയോടെ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 10ഓളം പേർക്കാണ് പരിക്കേറ്റത്. മട്ടന്നൂരിൽ നിന്നും കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന അജുവ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. എതിരെ വന്ന കാറിലിടിച്ച് റോഡരികിലെ മതിലിൽ തട്ടി മറിയുകയായിരുന്നു. നിരവധി യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നെങ്കിലും ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പരിക്കേറ്റവരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ് ഡ്രൈവറായ നിതിൻ, ഗീത എടയന്നൂർ, ബാബു ചെമ്പിലോട്, നവ്യ കാഞ്ഞിരോട്, ബിൻസി ഇരിട്ടി, ഗിൻഷ തില്ലങ്കേരി, റെജീന നരിയമ്പാറ, ധന്യ ചാലോട്, ഷംല കൂടാളി, ശ്രുതി കൂടാളി എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടത്തെ തുടർന്ന് 1 മണിക്കൂറോളം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരും മട്ടന്നൂരിലെത്തിയ പോലീസും അഗ്നിരക്ഷാസേനയും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. സ്കൂളും മദ്രസയും പള്ളിയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും മൃഗാശുപത്രിയുമൊക്കെ പ്രവർത്തിക്കുന്ന പ്രദേശത്ത് നിരന്തരമുണ്ടാവുന്ന അപകടങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നമ്മൾ ഇതിനു മുന്നും പല പ്രാവശ്യമായിട്ട് ഈ ഒരു വിഷയം നമ്മൾ ഇതുപോലെ മീഡിയയിലൂടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷമൊന്നും ഇതിനൊരു പരിഹാരം ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കാണുന്ന വെച്ചാൽ ഈ ഒരു ടേണിങ്ങിൽ നമുക്കറിയാം, ഇവിടെ വരുന്ന ബസ്സുകൾ വളരെ സ്പീഡിലാണ് വരുന്നത്. അതായത് ഈ ചെറിയ ടേണിങ്ങിൽ വാരി ഓടിച്ചുകൊണ്ട് ബസ് നിയന്ത്രണം മൊത്തത്തിൽ അവർ ലെഫ്റ്റ് സൈഡിലോട്ട് പോകേണ്ട ബസ്സുകൾ നേരെ റൈറ്റ് സൈഡിലൂടെയാണ് കയറി വരുന്നത്. ആരെങ്കിലും ഈ ഭാഗത്തുനിന്ന് അത് ചെറുങ്ങനെ ഒന്ന് കയറി അശ്രദ്ധമായിട്ട് കയറിപ്പോയിനെങ്കിൽ ഒരു തരത്തിലും ഡ്രൈവർക്ക് ബസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആ രീതിയിലാണ് ബസ്സുകൾ ഇതിലോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ ബസ്സിലെ ഡ്രൈവേഴ്സ് അവർക്കറിയാം ഈ റോഡിൽ എവിടെയൊക്കെ ജംഗ്ഷൻ ഉണ്ട്, എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. ആ ബസ് ഡ്രൈവർമാർ ഒന്ന് സ്വയം ബോധവാന്മാരായിട്ട് അത്തരം ഏരിയയിലെത്തുമ്പോൾ ഒന്ന് സ്പീഡ് കുറച്ചോടിക്കാനുള്ള ശ്രമം ഉണ്ടാക്കുക. പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇവിടെ എന്തെങ്കിലും തരത്തിൽ അധികൃതരെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ ഇവിടെ അപകടം കുറക്കാനുള്ള എന്തെങ്കിലും ഒരു സിഗ്നൽ ഉണ്ടാക്കുക. അതിന് ഏതാണ് പരിഹാരം? പമ്പ് പറ്റില്ല എന്ന് പറയുന്നത്, പക്ഷേ മറ്റ് ബദൽ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ അപകടങ്ങൾ അപകട സംഭവങ്ങളാകുന്നതുകൊണ്ടാണ് നമ്മുടെ ഒരു പ്രാദേശിക നിലക്ക് കോൺവെക്സ് ലെൻസ് ഒരു മിറർ ഇവിടെ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന വണ്ടിയുടെ ഒരു കുറച്ച് ദൂരത്തു നിന്നുള്ള വാഹനങ്ങൾ ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ അപകടം അങ്ങനെ കുറക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതുപോലുള്ളൊരു കോൺവെക്സ് ലെൻസ് മിറർ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ചെറിയ കുട്ടികളും മക്കളും ഒക്കെ സ്കൂളുകളിലേക്ക് 100 കുട്ടികൾ ഇതിലൂടെ യാത്ര ചെയ്യുന്നതാണ്. അപ്പോൾ അതൊന്ന് അധികാരികളിലേക്ക് എത്തുക, അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടുകാരെന്നുള്ള നിലക്ക് നമുക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ചാലോട്. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ.